ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ശ്രീ ഗണപതയേ നമഃ. ശ്രീ മഹാസരസ്വതീ നമഃ. ശ്രീ മഹാഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണ കിടാവേ ഇത ഞാൻ തൊഴുന്നേൻ ആനന്ദമൂർത്തേ അഴകാപുരാനേ. എപ്പോഴുമോമൽ തിരുമേനി കാൺമാൻ തക്കോരു കണ്ണിനരുളീട വേണം. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യമധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖ പരിതപ്തജനാദയോദാത് നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ 4-ാം ദശകത്തിലേക്ക് കടക്കുകയാണ്. 4-ാം ദശകത്തിൽ ഭട്ടതിരിപ്പാട് അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും ആണ് കൊടുത്തിരിക്കുന്നത്. അഷ്ടാംഗയോഗം എങ്ങനെ അനുഷ്ഠിക്കാം, അതുവഴി എങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതൊക്കെ വളരെ വിസ്തീർണമായിട്ട് കൊടുത്തിട്ടുണ്ട്, വിസ്താരമായിട്ട്. പക്ഷേ നമുക്ക് ചുരുക്കി നോക്കാം. പെട്ടെന്ന് ക്ലാസ് അല്ലേ, ആരംഭിക്കാം അല്ലേ. ഇതിൻ്റെ വൃത്തം രഥോദ്ധത എന്നാണ് കൊടുത്തിരിക്കുന്നത്. വളരെ എളുപ്പം ചെല്ലാൻ പറ്റുന്ന ഒരു ദശകമാണ്. 15 ശ്ലോകങ്ങളുണ്ട്, പക്ഷേ വേഗം ചെല്ലാനായിക്കൊണ്ട് സാധിക്കും. ഹരിഹി ഓം. ഒന്നാമത്തെ ശ്ലോകം. കല്യതാം മമ കുരുഷ്വ താവതീം. കല്യത്തെ ഭവദുപാസനം യയാ ഷഷ്ടം അഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഇതിലെങ്ങനെയാ പദം മുറിക്കുക നോക്കാം. ആദ്യം കല്യതാം മമ കുരുഷ്വ താവതീം. കല്യത്തെ ഭവത് ഉപാസനം യയാ. അത് ഭവതുപാസനം എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഭവത് ഉപാസനം യയാ, ഭവതുപാസനം യയാ. സ്പഷ്ടം അഷ്ടവിധ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്പഷ്ടം അഷ്ടവിധ യോഗചര്യ എന്നാണ് വായിക്കേണ്ടത്. സ്പഷ്ടമഷ്ടം എന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്പഷ്ട നിർത്താൻ പാടില്ല. അതുകൊണ്ടാണ് സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിം ആപ്നുയാം. അപ്പോ തുഷ്ടിമാപ്നുയാം എന്നുണ്ട്. തുഷ്ടിം ആപ്നുയാം, തുഷ്ടിം ആപ്നുയാം എന്നും നമുക്ക് പഠിക്കാനായിക്കൊണ്ട് സാധിക്കും. ഇതിൻ്റെ അർത്ഥം കൂടെ നോക്കാം നമുക്ക് അല്ലേ. ഹേ വരദ, ഭഗവാനെ ഗുരുവായൂരപ്പ, വരം നൽകുന്ന ഗുരുവായൂരപ്പ, എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യപ്പെടുന്നുവോ എനിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാക്കി തരണമേ. പൂർണ്ണമായ അഷ്ടാംഗയോഗാനുഷ്ഠാനം കൊണ്ട് വിളംബം വിളംബം എന്ന് പറഞ്ഞാൽ താമസമില്ലാതെ തന്നെ അവിടുത്തെ പ്രസാദം ഞാൻ നിശ്ചയമായും പ്രാപിക്കുമാറാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ ആവലാതിയെല്ലാം പറഞ്ഞ ശേഷം ഭഗവാനോട് പറഞ്ഞു, ഗുരുവായൂരപ്പ, അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഭജനം തുടരും. എനിക്ക് ശക്തിക്കൊത്തവണ്ണം അങ്ങേ സ്തുതിക്കും, നമസ്കരിക്കും, നാമങ്ങൾ ചൊല്ലും, പൂജിക്കും എന്നൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം ഇവിടെ പറയുന്നു, എനിക്ക് അങ്ങേ ഭജിക്കാൻ എത്രമാത്രം ആരോഗ്യം വേണോ അത്രയും ആരോഗ്യം തരൂ എന്നാണ് പറയുന്നത്.
ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യം വേണമെന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്കും ഇതുപോലെ ഭഗവാൻ ഗുരുവായൂരപ്പനോട് പറയാമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ നമ്മളുടെ പ്രാർത്ഥനയും കേൾക്കും. ഒന്നുകൂടെ നമുക്ക് ഈ ശ്ലോകം ചൊല്ലി നോക്കാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യത്തെ ഭവതുപാസനം യയാ കഷ്ടം അഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമപ്നിയാം. രണ്ടാമത്തെ ശ്ലോകം. ബ്രഹ്മചര്യ ദൃഢതാതിഭിർ യമൈഹി ആപ്ലവാദി യമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢം അമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. ഇങ്ങനെയാ പദം മുറിക്കുക നോക്കാലോ. ബ്രഹ്മചര്യ ദൃഢതാതിഭിർ യമൈ കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ട്. പിന്നെ അടുത്ത വലിയ രാപ്ലവാദി എന്നുണ്ട്. രാപ്ലവാദിയില്ല, ആപ്ലവാദി എന്ന് വായിക്കണം. അപ്പോൾ യമയർ അല്ലെങ്കിൽ യമൈഹി ആപ്ലവാദി. യമൈഹി എന്ന് പറയുന്നതിനേക്കാളും യമയർ എന്ന് പറയുന്നതായിരിക്കും എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുക. അപ്പോൾ ബ്രഹ്മചര്യ ദൃഢതാതിഭിർ യമയർ ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢം അമി. അതാണ് ദൃഢം അമി എന്ന് വന്നിട്ടുള്ളത്. സുഖാസനം. നാലാമത്തെ വരിയില് പങ്കജാദ്യം അപി വാ ഭവത്പരാഃ. പങ്കജാദ്യം അപി വാ ഭവത്പരാഃ. പങ്കജാദ്യം അപി വാ ഭവത്പരാഃ എന്ന് വായിക്കുന്നതിന് തെറ്റൊന്നുമില്ല. തെറ്റെന്ന് തോന്നിയാൽ പങ്കജാദ്യം അപി വാ ഭവത്പരാഃ എന്ന് വായിക്കാം. ഇതിൻ്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. ഈ അടിയങ്ങൾ അങ്ങേ തന്നെ ആശ്രയിച്ചവരായി ഉറച്ച ബ്രഹ്മചര്യം, അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങളാലും സ്നാനം, മനഃശുദ്ധി, ജപം തുടങ്ങിയ നിയമങ്ങളാലും പരിശുദ്ധരായി തീർന്നിട്ട് സുഖാസനമോ അല്ലെങ്കിൽ പത്മാസനം, സ്വസ്തികാസനം മുതലായ ആസനങ്ങളിൽ അഭ്യാസം കൊണ്ട് ഉറപ്പിച്ചു കൊള്ളാം എന്നാണ് ഗുരുവായൂരപ്പനോട് പറയുന്നത്. യമം, നിയമം, ആസനം എന്ന 3 അംഗങ്ങളെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. അഷ്ടാംഗയോഗം ആണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഈ 3 ആസനത്തെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. അല്ല, 3 ആസനങ്ങള്, 3 അവസ്ഥകള്. സോറി, ആസനമല്ല കേട്ടോ, 3 അവസ്ഥകള്. യമം, നിയമം, ആസനം. അതിൻ്റെ പടികള്, അവസ്ഥകളും കൂടിയില്ല, പടികള്. എങ്ങനെയാണ് അഷ്ടാംഗയോഗത്തിൽ ഭഗവാനെ ഭരിക്കുക എന്നതിൻ്റെ പടികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഉറച്ച ബ്രഹ്മചര്യം, പിന്നെ അഹിംസ, ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക, സത്യം, ഇതിനെയാണ് യമം എന്ന് പറയുന്നത്. പിന്നെ സ്നാനം, മനഃശുദ്ധി, ജപം, ഇതിനെ നിയമം. യമം, നിയമം. പിന്നെ ആസനം എന്ന് പറയുമ്പോൾ പത്മാസനമുണ്ട്, സ്വസ്തികാസനമുണ്ട്, സുഖാസനമുണ്ട്. അവനവന് ഏത് ആസനത്തിൽ ഇരിക്കാൻ പറ്റുമോ, ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പറ്റുമോ. ഇക്കാലത്ത് മിക്കവർക്കും ചെയറിലല്ലാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വിഷമിക്കണ്ട എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. ഇരിക്കുന്ന സ്ഥലം ഏതായാലും നമുക്ക് ഭഗവാനെ സുഖമായിട്ട് ആരാധിക്കാൻ സാധിക്കണം. അതാണ് അതിൻ്റെ പൊരുൾ. ചിലർക്ക് പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റും, ചിലർക്ക് സ്വസ്തികാസനത്തിൽ. ഇതൊക്കെ നമ്മൾ അഭ്യസിക്കണം. അതിനൊന്നും പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഭഗവാനെ നമുക്ക് സുഖമായിട്ട് ഇരുന്നു കൊണ്ട് പൂജിക്കാനും ഭജിക്കാനും നാമം ചെല്ലാനും ഒക്കെ സാധിക്കണ്ടേ. അപ്പം അവനവന് പറ്റിയ ആസനത്തിൽ ഇരുന്നോളാൻ പറയുന്നുണ്ട്. അപ്പോൾ അഷ്ടാംഗയോഗത്തിലെ 3 യോഗം പറഞ്ഞു. യമം, നിയമം, ആസനം. ഈ 3 യോഗങ്ങളെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തന്നത് ഭട്ടതിരിപ്പാട്. ഇനി 3-ാമത്തെ ശ്ലോകം.
താരമന്തരനുചി സോറി, ഇതിൻ്റെ നമ്മൾ വായിച്ചില്ലല്ലോ അല്ലേ, കൂട്ടി വായിച്ചില്ല. ബ്രഹ്മചര്യ ദൃഢതാധിപര്യമൈഃ ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യം അപി വാ ഭവത്പരാഃ. മൂന്നാമത്തെ ശ്ലോകം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യാസ്മഹേ ഭവതു വാസനോന്മുഖാഃ. തുടങ്ങിയ പദം മുറിക്കുന്നത് നമുക്ക് നോക്കാം. താരം അന്തരം അന്തം അനുചിന്യ സന്തതം. അപ്പോൾ താരം അന്തം അനുചിന്യ, ഇങ്ങനെ 3 വാക്കുകളാണ് താരമന്തരനുചിന്യ എന്ന വാക്കിൽ കൂടെ കിട്ടുന്നത്. സന്തതം എല്ലായ്പ്പോഴും, പ്രാണവായും അഭിയമ്യ, പ്രാണവായും അഭിയമ്യ, പ്രാണവായും അഭിയമ്യ, അതാണ് പ്രാണവായും അഭിയമ്യ എന്ന് വരുന്നത്. നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ ആസ്മഹേ ഭവത് ഉപാസനോന്മുഖാഃ. ഇങ്ങനെയാണ് പദം കുറിക്കേണ്ടത്. ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ ആസ്മഹേ ഭവത് ഉപാസനോന്മുഖാഃ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാ തദാപഹൃതി ആസ്മഹേ ഭവതുപാസനോന്മുഖാഃ. ഇതിൻ്റെ അർത്ഥം നോക്കാലോ. ഭഗവാനെ, ഞങ്ങൾ അടിയങ്ങൾ മനസ്സിൽ ഓങ്കാരത്തെ ഇടമുറിയാതെ ധ്യാനിക്കാം. അതാണ് താരം. താരം എന്ന് പറഞ്ഞാൽ ഓങ്കാരമന്ത്രം എന്നാണ് പൊരുൾ എന്ന് പറഞ്ഞു തരുന്നു നമുക്ക് മഹാത്മാക്കൾ. അനുചിന്യ സന്തതം, ഇടമുറിയാതെ ധ്യാനിക്കാം. പിന്നെ പ്രാണവായും അഭിയമ്യ നിർമ്മലാഃ, പ്രാണവായുവിനെ സ്വാധീനമാക്കിയിട്ട്, അതായത് പ്രാണായാമം പരിശീലിച്ച ശേഷം കാമക്രോധാദികളെ അടക്കിയിട്ട്, പിന്നെ ഇന്ദ്രിയാണി വിഷയാത് അഥ അപഹൃതി, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായിരുന്നു കൊള്ളാം എന്നാണ് ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയുന്നത്. പ്രാണായാമം വഴി പ്രാണനെ അടക്കിയാൽ അപ്പോഴാണ് ഇത്രയും മനസ്സടങ്ങുക. അപ്പോൾ പ്രാണായാമമൊക്കെ നമ്മൾ ശീലിക്കണം. എളുപ്പത്തിൽ പ്രാണായാമമൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇനി കൂടുതൽ പരിശീലനം വേണമെങ്കിൽ അതറിയുന്ന ഗുരുക്കന്മാരടുത്ത് പോയിട്ട് വേണം പരിശീലനം ചെയ്യാൻ. ഇങ്ങനെ പ്രാണായാമം ചെയ്ത് പിന്നെ മനസ്സിനെ അടക്കി ഇന്ദ്രിയങ്ങളെ, പല വഴിക്കും പോകുന്ന ഇന്ദ്രിയങ്ങളെ, കണ്ണാൻ മൂക്ക് നാക്ക് തൊക്ക് ചെവി ഒക്കെ ഉണ്ടല്ലോ, ഇതിനെ നിയന്ത്രിച്ചും കൊണ്ട് ഞങ്ങൾ ഓങ്കാരം എന്ന മന്ത്രത്തെ തുടർച്ചയായി ധ്യാനിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് അങ്ങേ ഉപാസിക്കാൻ സന്നദ്ധരായി എന്നുകൊള്ളാം എന്നാണ് പറയുന്നത്. പ്രാണായാമം, പ്രത്യാഹാരം എന്ന 2 യോഗാംഗങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പറഞ്ഞു തരുന്നത്. ഒന്നും കൂടെ ശ്ലോകം വായിക്കാം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാ തദാപഹൃതി ആസ്മഹേ ഭവതുപാസനോന്മുഖാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.